Hi friends, ഞാനായിരിക്കും എല്ലാവർക്കും നമ്മുടെ മെട്രോടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് നിർമ്മിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ പവർ സർക്യൂട്ട് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നിർമ്മിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ കറണ്ട് നിങ്ങൾക്ക് കാണാം, നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. 12 വോൾട്ട്, 5 വോൾട്ട്, 3.3 വോൾട്ട്, അതുപോലെ നമുക്കൊരു USB പോർട്ട് ഉണ്ട് നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ബാക്കി നമുക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് ഒരു പവർ സപ്ലൈ യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഇരിക്കുന്ന SMPS ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കേടുവന്ന കമ്പ്യൂട്ടേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്ക്രാപ്സിനെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ SMPS അയച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പവർ സപ്ലൈ യൂണിറ്റ് നിർമ്മിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ SMPS യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് അയച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടുത്തെ സ്ക്രൂസൊക്കെ ഒന്ന് ലൂസാക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ SMPS യൂണിറ്റ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് നേരത്തെ ഞാൻ അയച്ചെടുത്താണ്. ഇത് കേടായതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ ക്ലിയർ അല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഔട്ട്പുട്ട് വരുന്ന കറണ്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 3.3 വോൾട്ട് കിട്ടുന്നുണ്ട്, 5 വോൾട്ട് കിട്ടുന്നുണ്ട്, പിന്നെ 12 വോൾട്ടും -12 വോൾട്ടും കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നമ്മുടെ -12 വോൾട്ടും +12 വോൾട്ടും ഒരുമിച്ച് കണക്ട് ചെയ്താൽ നമുക്ക് 24 വോൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നിർമ്മിക്കേണ്ടതെന്നുള്ള വീട്ടിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് നമുക്ക് തുറക്കാം. ഇത് ഫ്രണ്ട്സ്, ഇവിടെ പവർ സപ്ലൈ യൂണിറ്റിൻ്റെ അകത്ത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ കാണാം കുറേ വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വയറിൽ ഈ ഫുൾ ബ്ലാക്ക് വയർ വരുന്നത് ഗ്രൗണ്ടാണ്. നമുക്കിപ്പോൾ നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് വർക്കാവുന്നുണ്ടോ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫാന് വർക്കാവുന്നില്ല. അപ്പോൾ അതെന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഫാൻ വർക്കാവുമ്പോഴാണ് നമുക്കിപ്പോൾ നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് വർക്കാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഫാൻ ഇപ്പോൾ നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ PC-ൻ്റെ അകത്ത് വർക്കാവുമ്പോൾ ഇപ്പോൾ നമ്മുടെ PC-ൻ്റെ അകത്ത് നമുക്കിപ്പം ഈ വയേഴ്സൊക്കെ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നമുക്കിപ്പോൾ വയേഴ്സ് കണക്റ്റഡ് ആയാൽ മാത്രമേ നമുക്കിപ്പം ഈ പവർ സപ്ലൈ യൂണിറ്റ് വർക്കാവുള്ളൂ. അപ്പോൾ അതിനായിട്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് വയറും ഗ്രീൻ വയറും നമ്മൾ ഷോർട്ട് ചെയ്യാം. നമുക്കിപ്പോൾ നമ്മുടെ ഗ്രീൻ വയറും ബ്ലാക്ക് വയറും നമ്മൾ ഷോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ കാണാം നമ്മുടെ ഫാൻ വർക്കാവുന്നുണ്ട്. നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട്സ്, നമുക്കിനി നമ്മുടെ വോൾട്ടേജ് എത്രയൊക്കെ വരുന്നതെന്ന് നോക്കാം. നമ്മുടെ ഫാന് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് ഓണാണ്. നമ്മൾ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏതിലൊക്കെ എങ്ങനെ പവർ വരുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം നമ്മുടെ റെഡ് വയർ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡ് വയറിൽ നമുക്ക് 5 വോൾട്ടാണ് കിട്ടുന്നത്, 5.23. നമുക്ക് ഓറഞ്ച് വയർ നോക്കാം. യെല്ലോ വയർ നമുക്ക് കാണാം 12 വോൾട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓറഞ്ച് വയർ നോക്കാം. 3.3 വോൾട്ട് കിട്ടുന്നുണ്ട്, 3.4 വോൾട്ട് സംതിങ് കിട്ടുന്നുണ്ട് ഓറഞ്ചിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കണക്ഷൻസ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് വയർ വരുന്ന ഗ്രൗണ്ടാണ്. പിന്നെ നമുക്ക് പർപ്പിൾ വയർ ഉണ്ട്. പിന്നെ നമുക്ക് 5.5 വോൾട്ടാണ് വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടാണ് വരുന്നത്. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഇവിടെ 3 ഹോൾ ഇട്ടിട്ട് DC സോക്കറ്റ് പിടിപ്പിക്കാം. നമുക്ക് പിന്നെ ഒരു പവർ സ്വിച്ചും പിന്നെ നമുക്ക് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി USB പോർട്ടും നമുക്കിവിടെ പിടിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ ഹോൾ ഇടാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് LED ലൈറ്റ് വയ്ക്കുന്നുണ്ട്. ഇവിടെ ഒരു 1K റെസിസ്റ്റൻസിലും വയ്ക്കുന്നുണ്ട്. അപ്പം അത് ഞാനിപ്പോൾ ഇത് ഹോൾ ഇട്ടിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ ഒരേ കളറുള്ള വയറൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ പവർ സോക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വയേഴ്സായിട്ട് സോൾഡർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ PVC ഷീറ്റ് ഇവിടെ ഫിക്സ് ചെയ്യാം.
ഫ്രണ്ട്സ് നമുക്ക് ഫസ്റ്റ് വരുന്ന സോക്കറ്റ് നമ്മളിപ്പോൾ നെറ്റിട്ട് മുറുക്കാം. അപ്പോൾ ഈ ടൈപ്പ് സോക്കറ്റാണെങ്കിൽ നമുക്ക് നെറ്റിട്ട് മുറുക്കിയാൽ മതിയാവും. പക്ഷേ എൻ്റെ ഈ സോക്കറ്റ് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമുക്കിതൊന്ന് മുറുക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ സോക്കറ്റ് മുറുക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഗ്രൗണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് വൺ നമുക്ക് നടക്കത്തെ പിന്നില്ല നമ്മൾ യെല്ലോ വയറാണ് കൊടുക്കാൻ പോകുന്നത്, 12 വോൾട്ട്. പിന്നെ നമ്മൾ തേർഡ് വൺ 5 വോൾട്ട് നമ്മളിപ്പോൾ റെഡ് വയറാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഫോർത്തിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓറഞ്ച് ആണ്, 3.3 വോൾട്ട് നമ്മളിവിടെ നടക്കുക, എല്ലാത്തിനും നടുക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷനാണ്. അപ്പോൾ സ്വിച്ച് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ഗ്രീൻ വയറും പിന്നെ ഒരു ബ്ലാക്കുമാണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഒരു LED വെക്കുന്നുണ്ട്, ഓൺ ഓഫ് ഇൻഡിക്കേഷനായിട്ട് ഒരു LED ബൾബ് വെക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാം, നമ്മളിപ്പോൾ ഒരു PVC ഷീറ്റിൽ കുറച്ച് ഹോൾട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ USB പോർട്ട് ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് വയറും പിന്നെ ഒരു വയലറ്റ് വയറുമാണ് USB പോർട്ടിൽ കൊടുക്കുന്നത്. നമ്മുടെ വയലറ്റ് വയറാണ് 5 വോൾട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാം സോൾഡർ ആയിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ നമ്മുടെ USB സോക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ നമുക്കിവിടെ 4 പിന്നുണ്ട്. നമുക്ക് വലതുവശത്തെ ഫസ്റ്റ് പിന്നും ഇടതുവശത്തെ ഫസ്റ്റ് പിന്നാണ് നമുക്ക് വേണ്ടത്. ഇടതുവശത്തെ ഫസ്റ്റ് പിന്നെ നെഗറ്റീവും വലതുവശത്തെ ഫസ്റ്റ് പിന്നെ പോസിറ്റീവുമാണ്. അപ്പോൾ പിന്നെ നമുക്കിവിടെ വേറെ കുറച്ച് പിൻസ് ഉണ്ട്, ഡാറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ നമ്മുടെ USB സോക്കറ്റ് സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വയലറ്റ് വയറും 5 വോൾട്ട് പോകുന്ന വയറും പിന്നെ ഗ്രൗണ്ട് വയറും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ PVC സെറ്റ് ഫിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഇൻഡിക്കേഷൻ LED ബൾബും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ പ്ലേറ്റ് വാഷർ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പ്ലേറ്റ് വാഷർ ഇട്ടു. ഇനി നമുക്ക് നെറ്റിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്വിച്ച് ടൈറ്റ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇരുന്നോളും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിന്ന് ടൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ നമ്മുടെ PVC സൈറ്റ് ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അവിടെ വർക്ക് കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. അവിടെ PVC സൈറ്റ് നമുക്ക് ഫ്രണ്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്, അതിനെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റെഡ് LED ബൾബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻഡിക്കേഷൻ ലൈറ്റ് ആയിട്ട് നമുക്ക് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും അറിയാൻ വേണ്ടി. പിന്നെ നമ്മളിവിടെ നിങ്ങൾക്ക് കാണാം 3 സോക്കറ്റും നമുക്ക് ശരിക്കും 4 സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സർക്കിൾ സോക്കറ്റാണ്. നമുക്ക് ഇത് കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ സോക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ 4 സോക്കറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഗ്രൗണ്ട് ആണ്. നമ്മൾ സെക്കൻഡ് വൺ കൊടുത്തിരിക്കുന്നത് 12 വോൾട്ടും തേർഡ് വൺ കൊടുത്തിരിക്കുന്നത് 5 വോൾട്ടും പിന്നെ ഈ ഫോർത്ത് വൺ കൊടുത്തിരിക്കുന്നത് 3.3 വോൾട്ടുമാണ്. 3.3 to 3.4 വരെ കിട്ടുന്നുണ്ട്. ഇതിൽ നമ്മൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ USB സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB സോക്കറ്റ് നമുക്ക് കിട്ടുന്നത് 5 വോൾട്ട് ആണ്. ഇതൊക്കെ നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് എങ്ങനെ അതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പവർ ഓൺ ചെയ്യാം. ഫ്രണ്ട്സ്, പിന്നെ ഇവിടെ വരുന്ന AC കറണ്ടാണ്, നമുക്ക് അവിടെ തുടരുത്. അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമാണ് DC കറണ്ട് വരുന്നത്. നമുക്ക് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യാം. നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പവർ സപ്ലൈ യൂണിറ്റ് വർക്കിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഈ 2 സോക്കറ്റും ഈ 2 വയർ ക്ലിപ്പും വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സോക്കറ്റ് ഇവിടെ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് കാണാം ഗ്രൗണ്ടിലും പോസിറ്റീവ് പിൻ നമ്മളൊരു പിന്നിൽ കണക്ട് ചെയ്യാൻ ഞാനിപ്പോൾ 12 വോൾട്ടിൽ കണക്ട് ചെയ്തു. നമുക്ക് കിട്ടുന്ന DC വോൾട്ടേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പവർ ഓൺ ചെയ്തു. അതുകൊണ്ട് ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ മുട്ടിച്ച് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മൾട്ടിമീറ്ററിൽ കാണാം. ഇപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് കാണിക്കുന്നുണ്ട് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. 5 വോൾട്ട് നോക്കാം. നമുക്ക് ഓൺ ചെയ്യാം. നമുക്ക് 5 വോൾട്ട് നോക്കാം. ഓക്കെ, 5 വോൾട്ടിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് 3.3 വോൾട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമുക്കിപ്പം 3.3 വോൾട്ട് കാണിക്കുന്നുണ്ട്, 3.53 വോൾട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കൊടുക്കുകയാണെങ്കിലും ചെറിയ വേരിയേഷൻ വരുന്നതായിരിക്കും. നമ്മുടെ വയർ ക്ലിപ്പ് കൊടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ DC കറണ്ടാണ് വരുന്നത്. നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് രണ്ടും തമ്മിൽ മുട്ടരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തത്. അപ്പം
പിന്നെ നമുക്ക് നമ്മുടെ USB പോർട്ട് ഉണ്ട്, അതുവഴി നമുക്കിപ്പോൾ നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു മോട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം ആ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ലീഫും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ലീഫ് നമ്മുടെ മോട്ടറിലോട്ട് ഘടിപ്പിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ മോട്ടറെല്ലാം പിന്നെ കണക്ട് ചെയ്യാണ്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഫാൻ ഇപ്പോൾ വർക്ക് ആവുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് 5 വോൾട്ടിലിട്ട് നോക്കാം. ഇപ്പോൾ 5 വോൾട്ടിലിട്ടു. ഇനി നമുക്ക് നമ്മുടെ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ വർക്ക് ആവുന്നുണ്ട് 5 വോൾട്ടിലിട്ടപ്പോൾ. ഇനി നമുക്ക് 12 വോൾട്ടിലിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 12 വോൾട്ടിലിട്ടു. നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നമ്മുടെ മോട്ടർ നല്ല സ്പീഡിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഈ പവർ സപ്ലൈ യൂണിറ്റ് ഉപയോഗിച്ച് വിവിധ DC വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ DC പവർ സപ്ലൈ യൂണിറ്റിൽ ഞാൻ നിർമ്മിച്ച ഒരു ഡ്രില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ നിർമ്മിച്ച ഡ്രില്ലിംഗ് മെഷീനാണ്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഡ്രില്ലിംഗ് മെഷീനാണിത്. അപ്പോൾ നമുക്ക് ആദ്യം 3.3 വോൾട്ടിൽ ഇട്ട് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മൾക്കിപ്പോൾ നമ്മുടെ മോട്ടർ വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് 5 വോൾട്ടിലിടാം. നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ 3.3 കിട്ടിയതിനെക്കാട്ടിലും പവർ കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ 12 വോൾട്ടിൽ നല്ല പവർ കിട്ടുന്നുണ്ട്. നമുക്ക് നേരത്തെ 3.3ൻ്റെയും 5ൻ്റെയും കാട്ടിലും പവർ നമുക്ക് 12 വോൾട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ടാൽ നിർമ്മിക്കുക. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളും ഇതുപോലത്തെ പവർ സപ്ലൈ യൂണിറ്റ് വീട്ടിൽ നിർമ്മിക്കാൻ ശ്രമിക്കുക. സിമ്പിളാണ്. നമുക്ക് AC കറണ്ട് നേരെ DCയിലോട്ട് നമുക്ക് സിമ്പിളായിട്ട് 12 വോൾട്ടും 5 വോൾട്ടും 3.3 വോൾട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ മൊബൈലും ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.